പാലക്കാടിലെ ഒരു മികച്ച കൊച്ചു ഗ്രാമമായ കണ്ണാടിയിലാണ് എൻ്റെ താമസം. ഞാൻ വർഷങ്ങളായി സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണ്. ഒപ്പം നമ്മുടെ അതിമനോഹരമായ ഈ പ്രസ്ഥാനത്തിൽ വളരെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു വരുന്നു. സ്വന്തം വീടിനും നാടിനും നാട്ടുകാർക്കും സ്വന്തം രാജ്യത്തിനും അഭിമാനഭാജകമായ എൻ്റെ എല്ലാ NRI കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദയംഗമമായ നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ആദ്യമായാണ് ഞാൻ NRI മീറ്റിംഗിൽ സംസാരിക്കുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. രാജീവൻ സാറ് അതിമനോഹരമായി തന്നെ നമ്മുടെ ഗ്രേറ്റ് സിസ്റ്റത്തെ പറ്റിയും അതിലൂടെ ഒരു കഥയിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നേട്ടത്തെ പറ്റിയും വളരെ നല്ല രീതിയിൽ പറയുകയുണ്ടായി. സത്യം പറഞ്ഞാൽ എത്രമാത്രം മാനുഷിക മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു സത്യസന്ധമായ ബിസിനസ്സാണ് നമ്മുടെ ഈ ഗ്രേറ്റ് ഓർഗനൈസേഷനായ പെർവിൻ ഇന്റർനാഷണൽ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അറിയാം. നമ്മൾ ഇതുവരെയും എവിടെയും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ബിസിനസ്സും അതിൽ എനിക്ക് മാത്രം എന്ന ചിന്താഗതി ഒരു തരി പോലും ഇല്ലാത്ത ഒട്ടനവധി ലീഡേഴ്സും അങ്ങനെയുള്ള ഓരോ വ്യക്തിത്വങ്ങളും ഇവിടെ എനിക്ക് ഒന്നും അറിയില്ല സർ എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് പേരുണ്ട്. സാർ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ടെക്നോളജി അറിയില്ല, എന്തിനും മൊബൈൽ വാലറ്റ് ഡൗൺലോഡ് പോലും ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്ന ഒട്ടനവധി പേരുണ്ട്. ഇങ്ങനെ വന്നിട്ടുള്ള ഒട്ടനവധി പേർ നമുക്കറിയാം. അവരിന്ന് ഈ സിസ്റ്റത്തിൽ നമ്മുടെ ലീഡേഴ്സിനൊപ്പം ഇന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു അതിശയം തന്നെയാണ്. എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ നമ്മളൊരു എന്താ പറയാ, രാജീവൻ സാർ ഒരു കഥ പറഞ്ഞ പോലെ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, സാർ എനിക്ക് ഒരു വ്യക്തി പറയുന്നതാണ്, സാർ എനിക്ക് ബൈക്കില്ല സർ, പക്ഷെ ബൈക്ക് ഓടിക്കാൻ അറിയാം. അപ്പൊ എങ്കിൽ നീ എന്റെ ബൈക്ക് ഓടിച്ചോളൂ, ഞാൻ നിനക്ക് ബൈക്ക് വാങ്ങാൻ ഉള്ള ഒരു സമ്പാദ്യം ഉണ്ടാക്കി തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ലീഡേഴ്സ് ആ വ്യക്തിക്ക് സ്വന്തമായി കാറ് വാങ്ങുവാനുള്ള ഒരു വരുമാനത്തെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡേഴ്സാണ് നമുക്കൊപ്പം ഈ പ്രസ്ഥാനത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എത്രമാത്രം മാനുഷിക മൂല്യവും ജനനന്മയുമുള്ള പ്രസ്ഥാനമാണ് നമ്മുടെ ഈ ഗ്രേറ്റ് പ്രസ്ഥാനം, അതുപോലെ തന്നെ ഗ്രേറ്റ് ലീഡേഴ്സ് വന്ന്. അപ്പൊ ഒരിക്കലും തന്നെ ഈ ബിസിനസ്സിനെ വളരെ ചെറുതായി കാണരുത്. നല്ല രീതിയിൽ ഈ ബിസിനസ് നല്ല രീതിയിൽ ഇപ്പോൾ പ്രവർത്തനങ്ങൾ, നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പോ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സാക്ഷാത്കരിക്കുവാൻ നമുക്ക് ഈ ലോകത്ത് ലഭിക്കാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഏതെന്ന് ചോദിച്ചാൽ അത് പെർവിൻ ഇന്റർനാഷണൽ മാത്രമാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഇത്രയും ശക്തമായ നിലയിൽ ഇത്രയും ലളിതമായി നമുക്ക് വിജയിക്കാൻ കഴിയുന്ന, അതോടൊപ്പം തന്നെ നമുക്കൊരു കരിയറായി ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന, യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ ഒരു സന്തോഷമായി ജീവിക്കാൻ സാധിക്കുന്ന, അപ്പൊ നമുക്ക് തലമുറകളായി സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിക്കുവാനും നമ്മളെല്ലാം പ്രാപ്തരാക്കുന്ന ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി ശരിക്കും പറഞ്ഞാൽ ഈ പെർവിൻ ഇന്റർനാഷണൽ എന്ന് നമുക്ക് ഉറപ്പായും പറയാൻ പറ്റും. അതായത് നമ്മളിവിടെ ഒരു ലീഡേഴ്സും ഒരു എക്സാജറേറ്റായി പറയുവാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ലീഡേഴ്സാണ്. അവർ നമ്മളോട് പറയുന്നതും നമ്മൾ പറയുന്നതും എല്ലാം അതേ അനുഭവത്തിൽ തന്നെ ആയിരിക്കും. അനുഭവത്തിൽ വന്ന കാര്യം മാത്രമാണ് ഓരോ ലീഡേഴ്സും നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പെർവിൻ ഇന്റർനാഷണലിന്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഒന്ന് നോക്കുകയാണെങ്കിൽ, ദ ഗ്രേറ്റ് സിസ്റ്റം 2015 നവംബർ 28 US ടെക്സാസ് ആസ്ഥാനമായിക്കൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 2015 നവംബർ 28 ആരംഭിച്ച ഈ സിസ്റ്റം 2018 ഇന്ത്യയിലെ ലോഞ്ച് ചെയ്തു. ഈ സിസ്റ്റത്തിൽ 6 ബിസിനസ് സെഗ്മെന്റ്, $6 ട്രില്യൺ ഇൻഡസ്ട്രികൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ ആധുനിക കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള $6 ട്രില്യൺ എന്ന് വേണമെങ്കിൽ പറയാം ഡോളർ ഇൻഡസ്ട്രികൾ. പെർവിൻ ഇന്റർനാഷണലിന്റെ ഫസ്റ്റ് ബിസിനസ് സെഗ്മെന്റ് എന്ന് പറയുന്നത് അതൊരു ഡിജിറ്റൽ ബാങ്കിങ് അഥവാ DP പ്രോഗ്രാം ആയിരുന്നു. DP എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ പോയിന്റ്സ്. ഡോളറിന് തുല്യമൂല്യമുള്ള KYC സ്വീകരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയാണ്. അതാണ് DP എന്ന് പറയുന്നത്. ഈ ലോകത്ത് ആദ്യമായി ഒരു ഡിജിറ്റൽ കറൻസി അഥവാ DP അവതരിപ്പിച്ചത് പെർവിൻ ഇന്റർനാഷണൽ ആണ്.
പേൾവിൻ അവതരിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസി DP-ക്ക് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും സെബിയുടെയും ഒക്കെ അംഗീകാരം ലഭിക്കുകയുണ്ടായി 2018 തന്നെ. ഞാൻ ഒന്ന് സ്പീഡാക്കി പറഞ്ഞു പോകുന്ന സമയത്ത് ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ 156 രാജ്യങ്ങളിലേക്ക് 156 തരം രാജ്യങ്ങളിലേക്ക് ഈ DP പ്രോഗ്രാം എക്സ്പാൻഡ് ചെയ്യപ്പെട്ടു. ഏതാണ്ട് ഒരു 85 ലക്ഷത്തോളം വരുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തെടുക്കുവാനും ഈ ഗ്രേറ്റ് സിസ്റ്റത്തിന് ഇതുവരെയായിട്ടും സാധിച്ചിട്ടുണ്ട്. ഈ വരുന്ന ബിസിനസ് സെഗ്മെന്റുകളെല്ലാം വിജയിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 85 ലക്ഷം കമ്മ്യൂണിറ്റിയെ ആദ്യ ബിസിനസ് സെഗ്മെന്റിലൂടെ തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ സിസ്റ്റത്തിന് കഴിഞ്ഞു. നമ്മുടെ സ്വന്തം സർവറിലാണ്, സ്വന്തം ബ്ലോക്ക് ചെയിനിലാണ് നമ്മുടെ സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സിസ്റ്റം ഓൺ സെർവറിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ നോക്കിയാൽ അതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ല. നമ്മുടെ രാജ്യത്ത് ഇന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഈ സ്വന്തം സെർവർ എന്നും സ്വന്തം ബ്ലോക്ക് ചെയിൻ എന്നുള്ളത്. $6 ട്രില്യൺ ഇൻഡസ്ട്രികൾ ഉണ്ട് ഈ സിസ്റ്റത്തിന്റെ കീഴിൽ. ഈ $6 ട്രില്യൺ ഇൻഡസ്ട്രികൾ വിജയിപ്പിക്കാനുള്ള കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആയിട്ടാണ് ആദ്യത്തെ ബിസിനസ് സെഗ്മെന്റിനെ സിസ്റ്റം നോക്കിക്കണ്ടത്. രണ്ടാമത്തെ ബിസിനസ് സെഗ്മെന്റ് അത് PVC മെറ്റ എന്ന മൾട്ടിപർപ്പസ് NFT ടോക്കണുമായി ബന്ധപ്പെട്ട 2 പ്രോസസ്സുകളുമായിട്ടാണ്. ഒന്ന് സീഡ് ഫണ്ടിങ്, 2 ടോക്കൺ ഫാമിംഗ്. മൂന്നാമത്തെ ബിസിനസ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു മൊബൈൽ നെറ്റ്വർക്കാണ്. 1 വേൾഡ് 1 സിം. ഒറ്റ സിം കൊണ്ട് നമുക്ക് ലോകത്ത് മൊത്തം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയുമായിട്ടാണ് ഈ സിസ്റ്റം 2025 നമ്മളിലേക്ക് കടന്നു വരുന്നത്. അടുത്ത ബിസിനസ് സെഗ്മെന്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഇതുവരെ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് ഇൻകം കിട്ടുന്ന കാര്യം നമുക്കാർക്കും ഇതുവരെ കേട്ടറിവില്ലാത്ത കാര്യമാണ്. എന്നാൽ അപ്പോൾ ഈ പേൾവിൻ ഇന്റർനാഷണൽ അവർ കൊണ്ടുവരുന്ന സോഷ്യൽ മീഡിയ ചാനൽ നിലവിലുള്ള എല്ലാ സോഷ്യൽ മീഡിയ ചാനലുകളെയും ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്കിപ്പോൾ നമുക്ക് ഫേസ്ബുക്ക് എല്ലാം, ട്വിറ്റർ, അതുപോലെ ടെലിഗ്രാം, എല്ലാം നമുക്ക് ഇതിലൂടെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയിലൂടെ വരുന്നത്. ഇനി അടുത്ത ബിസിനസ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, ഗെയിം പ്ലാറ്റ്ഫോം എന്നാണ് അവർ ഡൊമൈനായി നിശ്ചയിച്ചിട്ടുള്ളത്. അതാണ്ട് ആയിരക്കണക്കിന് ഗെയിം ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ ലോഞ്ചിങ്ങിന് പോകാൻ പോകുന്നതേ ഉള്ളൂ. തീർച്ചയായും ഒരു 2025 നമുക്കൊരു 100% ഈ പ്ലാറ്റ്ഫോം ഓപ്പൺ ആവുമെന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് Bungi.com എന്നറിയപ്പെടുന്ന കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. A to Z പ്രൊഡക്റ്റുകൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ക്വിക്ക് ഡെലിവറിയുടെ നമ്മുടെ വീട്ടുപടിക്കൽ എത്തിക്കും Bungi. ഇനി നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റുകൾ, ഈ പിക്കിൾസ് അങ്ങനെ ഇതിലുള്ള രീതിയിൽ അവർ പറയുന്ന ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മളെ Bungi.com നമുക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. ഈ Bungi.com ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇത്രയും തരുന്നതോടൊപ്പം പേൾവിൻ ഇന്റർനാഷണലിനെ വേണം നമ്മൾ പറയേണ്ടത്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പണം സമ്പാദിക്കാനുള്ള വഴിയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, Bungi.com ഇപ്പോൾ ട്രയൽ റൺ നടത്തിക്കൊണ്ടിരിക്കുന്നു. തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ ഇപ്പോൾ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു സർ. ഏതാണ്ട് ഒരു 92 ലക്ഷം കോടി രൂപയുടെ നമ്മൾ പറയണമെങ്കിൽ, നമ്മൾ ഇന്ത്യൻ ഇതിൽ പറയണമെങ്കിൽ 92 ലക്ഷം കോടിയുടെ റിസർവ് ഫണ്ട് തങ്ങളുടെ ഓൺ സർവർ വെച്ചുകൊണ്ടാണ്, റിസർവ് ഫണ്ട് സൂക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ $6 ട്രില്യൺ ഇൻഡസ്ട്രി ആരംഭിക്കുന്നത് സിസ്റ്റം നേരത്തെ തന്നെ അഡ്വാൻസ് ആയി അനൗൺസ് ചെയ്തിട്ടുണ്ട് സർ. അതായത് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു കരുതൽ ധനം വെച്ചിട്ടാണ് ഈ സിസ്റ്റം നമുക്കിടയിലേക്ക് കടന്നു വന്നത്. ഇത്രയും ഹ്യൂജ് റിസർവ് ഫണ്ടും സ്വന്തം സെർവറും സ്വന്തം ബ്ലോക്ക് ചെയിനും എല്ലാം ഉള്ള ഇവർ അങ്ങനെയാണെങ്കിൽ ആരാണെന്ന് നമുക്ക് ഒന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവരാണ് ഇത് റോത്ത്ചൈൽഡ് ഫാമിലി. ഈ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള ഫാമിലി, ഏതാണ്ട് ഒരു 300 വർഷക്കാലത്തിലേറെ ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ള ഫാമിലി. അതോടൊപ്പം തന്നെ പനാമ കനാൽ ഈ ലോകത്തിന് സമ്മാനിച്ച, ഡോളർ എന്ന കറൻസി ലോകത്തിന് സമ്മാനിച്ച, ഡോളർ എന്ന കറൻസി ലോകത്തിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്ത, ഇന്നും ലോകത്തിലുള്ള ഡോളറിന്റെ 80% അവര് സ്വന്തം ആസ്തിയായി സൂക്ഷിച്ചിട്ടുള്ള ഫാമിലി. ലോകത്തിൽ ആദ്യമായി ബാങ്കിങ് സമ്പ്രദായം ആരംഭിച്ചതും ഇവർ തന്നെയാണ്. ഇന്നും സ്വിസ് ബാങ്ക് ഇവരുടെ അണ്ടർ കൺട്രോളിലാണ് പ്രവർത്തിക്കുന്നത്. കൂടാതെ ഇന്ന് ലോകത്തെ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ ഇൻഡസ്ട്രി,
ഏതാണ്ട് 300 ലക്ഷം കോടിയുടെ മാർക്കറ്റ് ക്യാപ്പായി വളർന്ന ക്രിപ്റ്റോ ഇൻഡസ്ട്രി, ലീഡിംഗ് ക്രിപ്റ്റോ ആയ ഇപ്പോൾ ബിറ്റ്കോയിൻ, എത്തേറിയം, USDT മുതലായ ഇവരൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, ഇതിനു വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യുന്നത്, ഇതിനാവശ്യമായ ബ്ലോക്ക് ചെയിൻ നിർമ്മിച്ചു കൊടുക്കുന്നത്, എല്ലാം ഇതേ ഫാമിലി തന്നെ. ചുരുക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു ഫാമിലിയിൽ തന്നെ നമ്മൾക്ക് ഈ ഫാമിലിയെ പറ്റി പറയേണ്ടി വരും. ഇത് റോത്ത്ശൈൽഡ് ഫാമിലി. ഈ ഫാമിലിയിൽ ഒരു പുതിയ തലമുറയിൽ ഉൾപ്പെടുന്ന ആരാധനായ ഡോക്ടർ ഡാനിയൽ ജോൺസൺ, അദ്ദേഹമാണ് ഈ പേൾവിൻ ഇന്റർനാഷണലിന്റെ ഫൗണ്ടർ. ഈ ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചത്, ഈ ഒരു ബിസിനസ് അവസരം കാഴ്ചവെച്ചത് എല്ലാം ഈ ഡോക്ടർ ഡാനിയൽ ജോൺസൺ സാറാണ്. ഈ പ്ലാറ്റ്ഫോം പൂർണ്ണമായും സെക്യൂർഡ് സിസ്റ്റത്തിലാണ്. നമുക്ക് 100% വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ പേൾവിൻ. ഈ സിസ്റ്റത്തോടൊപ്പം നമുക്ക് ഒന്ന് ഉറച്ചു നിൽക്കുവാൻ സാധിച്ചാൽ തന്നെ, ഈ സിസ്റ്റത്തെ ഒന്ന് വിശ്വാസത്തിലെടുക്കാൻ സാധിച്ചാൽ തന്നെ തീർച്ചയായും നമുക്കൊരു നമ്മളൊരു കരിയറായിട്ട് ഇതിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിലൂടെ തലമുറകളായി സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായി വളരാനും ഏവർക്കും സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പേൾവിൻ ഇന്റർനാഷണൽ. എന്നാൽ ഇത് പറയുന്നതിൽ ഒരു സംശയമില്ല, നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നവീന യുഗത്തിൽ പേൾവിൻ ഇന്റർനാഷണൽ അവതരിപ്പിക്കുന്ന ഒരു മൾട്ടിപർപ്പസ് NFT ടോക്കൺ, ദി ഫ്യൂച്ചർ ഓഫ് മണി എന്ന് വിശേഷിപ്പിക്കാവുന്ന PVC മെറ്റയുമായി ബന്ധപ്പെട്ട് ഒരു 2 പ്രോസസ്സുകൾ ഞാൻ നേരത്തെ പറഞ്ഞു. സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ് എന്ന 2 പ്രോസസ്സുകൾ. ഇതിലേക്ക് കടന്നു വരുന്ന ഏതൊരു സാധാരണക്കാരനെയും പാർട്ട്ണറായി അംഗീകരിച്ചുകൊണ്ട് അളവറ്റ സമ്പത്തിന്റെ ഉടമകളായി ഓരോ വ്യക്തികളെയും മാറ്റുവാനും സാധിക്കുന്ന സീഡ് ഫണ്ടിങ്. PVC മെറ്റയുടെ നമ്മൾ ഒരു സീഡ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ PVC മെറ്റയുടെ ചെറിയൊരു കണക്ക് നോക്കുകയാണെങ്കിൽ തന്നെ PVC മെറ്റയുടെ ടോട്ടൽ സപ്ലൈ എന്നത് 1.5 ബില്യൺ എന്ന് വെച്ചാൽ 150 കോടിയാണ് PVC മെറ്റയുടെ ടോക്കൺ സപ്ലൈ. ഇതിന്റെ 80% സിസ്റ്റം തന്നെയാണ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇനി മെറ്റയുടെ പ്രത്യേകത, ഫ്യൂച്ചർ ഓഫ് മണി, ഭാവിയിലെ മണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന PVC മെറ്റയ്ക്ക് നിരവധി കോൺട്രാക്റ്റുകൾ ഈ സിസ്റ്റം വഴി ചെയ്യാൻ വേണ്ടി കഴിയും. കാരണം ഈ 150 കോടി ടോക്കൺ സപ്ലൈ ഉള്ള PVC മെറ്റയുടെ 80% ഈ സിസ്റ്റം തന്നെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നിരവധി സിസ്റ്റത്തിന് കോൺട്രാക്റ്റുകളിൽ വന്നിട്ട് സിസ്റ്റത്തിന് ഏർപ്പെടാൻ കഴിയും. അതിൽ നിന്ന് വരുമാനം, ഒരുപാട് ലാഭം ഈ സിസ്റ്റത്തിന് ഉണ്ടാക്കാൻ കഴിയും. ബാക്കി വരുന്ന വെറും 20% ഈ സിസ്റ്റം നമുക്ക് വെളിയിലേക്ക്, ഔട്ട്സൈഡിലേക്ക് തരുന്നത്. ഇതിൽ നിന്നാണ് നമ്മളൊക്കെ PVC മെറ്റ വാങ്ങുന്നത്. നമുക്ക് എവിടുന്നാണ് ഈ PVC മെറ്റ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്നതിന്റെ 20% മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കിയുള്ളത് ആവശ്യം. ഇനി സീഡ് ഫണ്ടിങ് ചെയ്യുന്നത് ഈ PVC, ഇതിൽ നിന്നാണ് നമ്മളൊക്കെ PVC മെറ്റ. ഈ സീഡ് ഫണ്ടിങ് ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ സ്വന്തം ട്രസ്റ്റ് വാലറ്റിലോ അല്ലെങ്കിൽ മെറ്റാമാസ്ക് വാലറ്റിലോ ആണ്. നമുക്കറിയാം മെറ്റാമാസ്ക് വാലറ്റ് അല്ലെങ്കിൽ ഈ വാലറ്റുകളൊക്കെ നമ്മുടെ സാധാരണ ആൻഡ്രോയിഡ് ഫോണിലും എല്ലാത്തിലും വന്നിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ആപ്പ് സ്റ്റോറോ ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എന്താണ് ഈ വാലറ്റുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റുകളാണ്, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന വാലറ്റാണിത്. മാത്രമല്ല നമ്മൾ ഈ വാലറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 12 രഹസ്യ വേർഡുകൾ, അതായത് വാക്കുകൾ ഓരോരുത്തർക്കും ലഭിക്കും. അത് ഈ ഓരോരുത്തർക്കും വളരെ വ്യത്യസ്തമായിരിക്കും. ഈ പറയുന്ന 12 സീക്രട്ട് ഫ്രേസ് എന്നാ അതിനെ പറയാ. ഈ പറയുന്ന 12 സീക്രട്ട് ഫ്രേസുകൾ നമുക്ക് മാത്രമേ ലോകത്ത് അറിയുള്ളൂ, സിസ്റ്റത്തിന് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ 12 വാക്കുകൾ വളരെ ഭദ്രമായി സൂക്ഷിക്കണം. അതായത് നമ്മളെ വീടിന്റെ ആധാരത്തിനേക്കാൾ ഒരു സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ്. ഒരു 3-4 ബുക്കുകളിലും ഡയറികളിലും പേഴ്സണൽ ഡയറികളിലും എല്ലാം സൂക്ഷിക്കേണ്ട ഒരു സംഭവമാണ് ഈ ഫ്രേസ് എന്ന് പറയുന്നത്. ഭദ്രമായി സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ഈ 12 വാക്കുകൾ വളരെ ഭദ്രമായി സൂക്ഷിക്കണം. കാരണം അതിലൊരു അനുഭവസ്ഥനാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പറയുന്ന എത്തേറിയം വാങ്ങി സൂക്ഷിച്ച വ്യക്തിയാണ്. എൻ്റെ ഈ 12 വാലറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയത് കൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലെന്ന് അറിയില്ല, 1,40,00,000 രൂപയോളമുള്ള ലോസിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ അനുഭവസ്ഥനായതുകൊണ്ട് ഇത്രയും ഞാൻ പറയുന്നത്. ഭദ്രമായി സൂക്ഷിക്കുക. വാലറ്റിനകത്താണ് നമ്മൾ ഈ പറയുന്ന ഇത്തരത്തിലുള്ള വാലറ്റിനകത്താണ് നമ്മൾ PVC മെറ്റ വെക്കുന്നത്, സൂക്ഷിക്കുന്നത്. നമ്മുടെ ഫണ്ട് നമ്മുടെ കയ്യിൽ തന്നെ, നമ്മുടെ കൺട്രോളിൽ തന്നെയാണ് നമ്മുടെ ഫണ്ട് ഇരിക്കുന്നത്. അതായത് നമ്മൾ വാങ്ങുന്ന PVC മെറ്റ വാങ്ങുന്നത് ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങിയിട്ട് നമ്മൾ വാലറ്റ് നമ്മുടെ പേഴ്സിലാണ് സൂക്ഷിക്കുന്നത്. അപ്പൊ ആ വാലറ്റ്, അപ്പൊ ഇത് രണ്ടിലും നമ്മൾക്ക് അറിയാതെ ഒരു സിസ്റ്റത്തിനും പോലും അറിയില്ല നമ്മളുടെ ഈ പറയുന്ന 12 പേരുന്നത്.
ആദ്യത്തെ സെഷൻ ആരംഭിക്കുന്നത് സീഡ് ഫണ്ടിങ് എന്ന പ്രോസസ്സാണ്. നമ്മൾ ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട്